ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 9 ആയിരുന്നു ഇന്ന് ഞാൻ വളരെ ടയേർഡായിരുന്നു. രാവിലെ മുതൽ എനിക്ക് ഒരു ടാസ്കും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫിസിക്കലി ടയേർഡായിപ്പോയി, മെൻ്റലി ടയേർഡായിപ്പോയി, ഒരുപാട് റെസിസ്റ്റൻസ് വന്നു. പക്ഷേ ഞാൻ ചാലഞ്ച് ഒന്നും ബ്രേക്ക് ചെയ്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ടാസ്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഒരു റിഫ്ലക്റ്റിംഗ് ഡേ ആയിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ കൂടെ തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് വളരാനുണ്ട് ഇനിയെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ഞാൻ എന്നോടും എൻ്റെ ചുറ്റുമുള്ളവരോടൊക്കെ കുറച്ചും കൂടെ സ്നേഹത്തോടും കരുണയോടും നന്നായിട്ടൊക്കെ പെരുമാറണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇന്ന് റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് നമ്മളെ വളരാൻ വേണ്ടി സഹായിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ഈ ക്രിറ്റിസിസം ഒരു ഇൻഫർമേഷൻ ആണ്. അത് നമ്മളുടെ ലൈഫ് കുറേയും കൂടെ ബെറ്റർ ആക്കും എന്ന് മനസ്സിലായി എനിക്ക്. ഇന്ന് എനിക്ക് എൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. അത് എനിക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ്, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ഞാനൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ്. പക്ഷേ പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ മെച്ചപ്പെടാനുണ്ട് എന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഞാൻ ഓരോ ദിവസവും ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ എൻ്റെ സിബ്ലിങ്സ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായത്, നമ്മളുടെ അടുത്ത് ആരെങ്കിലും നമ്മുടെ മിസ്റ്റേക്കൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കും ദേഷ്യം വന്നു. ഈഗോ അടിക്കൂല നമുക്ക് എന്താണേലും, ഇവരാരാ എന്നോട് പറയാൻ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, നമ്മളെ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ വളരണം എന്ന് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അവർക്ക് നമ്മളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് എൻ്റെ സിബ്ലിങ്സ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എൻ്റെ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. ആദ്യം ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അവർക്ക് എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടും ഞാൻ വളരണം എന്നുള്ളതുകൊണ്ടാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. സോ എല്ലാ ക്രിറ്റിസിസവും ഒരു റിജക്ഷൻ അല്ല, നമ്മൾ മോശക്കാരാക്കുന്നതല്ല ചുറ്റുമുള്ളവർ, നമ്മൾ വളരണം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ എനിക്ക് ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് ഞാൻ വളരാനുണ്ട്, നന്നാവാനുണ്ടെന്നൊക്കെ ഇന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. നമ്മളെപ്പോഴും റെഡ് ഫ്ലാഗ്സിനെ കുറിച്ച് പറയാറുണ്ട്, ടോക്സിക് പീപ്പിൾസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യാറുണ്ടോ നമ്മൾ ആരുടെങ്കിലൊക്കെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്? അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരുടെ അടുത്ത് ബാഡായിട്ട് സംസാരിക്കുന്നുണ്ടോ, നമ്മളുടെ പ്രവൃത്തികളും വാക്കുകളൊക്കെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആവുള്ളൂ. നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പും നമ്മുടെ ലൈഫിലുള്ള പ്രിയപ്പെട്ടവരായിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ നന്നായിട്ട് പോകുള്ളൂ. സോ നിങ്ങളും നിങ്ങളുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ലൈഫ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ഒരിക്കലും നമ്മളുടെ പാസ്റ്റ് വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത്, നമ്മളെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾക്ക് മിസ്റ്റേക്സ് പറ്റിപ്പോയിട്ടുണ്ടാവും. നമ്മളുടെ അന്നത്തെ ഒരു അവയർനെസ്സിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. നമ്മളെ കുറ്റപ്പെടുത്താതെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിൽ നോക്കുക. ഇത്ര കാലം നമ്മളൊരു മോശം മനുഷ്യനായിട്ടായിരിക്കും ബിഹേവ് ചെയ്തിട്ടുള്ളത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരോട് ക്രൂരമായി സംസാരിച്ചിട്ടുണ്ടാവാം. നമ്മളോട് ഫൊർഗീവ് ചെയ്യുക, മറ്റുള്ളവരോട് ഫൊർഗീവ്നെസ് ചോദിക്കാൻ പറ്റുവാണെങ്കിൽ ഫൊർഗീവ്നെസ് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ കാരണം ആരും കരയാതിരിക്കട്ടെ, വിഷമിക്കാതിരിക്കട്ടെ. ഞാൻ ഒരിക്കലും നമ്മൾ നൈസായിട്ട്, ഭയങ്കര നൈസായിട്ട് ഡിസ്റെസ്പെക്റ്റ് ടോളറേറ്റ് ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ കൈൻഡ് ആയിരിക്കണം, നമ്മൾ മനുഷ്യത്വമുള്ളവരായിരിക്കണം, നല്ല മനുഷ്യരായിരിക്കണം, നമ്മൾ വളരാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ കുറച്ചൊരു ഓപ്പൺ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഇരുന്നാൽ നമുക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞാനൊന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ തിരുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നമ്മളെ തന്നെ ഒന്ന് ശീലിപ്പിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും, ദേഷ്യം വരും. ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് ഇരിക്കുക, എന്നിട്ട് നമ്മൾ കേൾക്കുക. എന്നിട്ട് നമ്മുടെ കൂടെ തന്നെ ഇരുന്നൊന്ന് ആലോചിക്കുക, ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക. എനിക്ക് ഇന്നത്തെ ഡേ ഒരുപാട് റിയലൈസേഷൻസ് കിട്ടിയ ഒരു ഡേ ആയിരുന്നു. ഇനിയും ഞാൻ ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്. എൻ്റെ ഈ ഒരു ജേർണിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരുപാട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, എന്നാലും പറ്റുന്ന പോലെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് കുറച്ച് നേരം ജേർണൽ ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, എൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. എനിക്ക് കുറച്ച് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ നന്നായി ജീവിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. നിങ്ങൾ നിങ്ങളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണോ, എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. ബി ദ റീസൺ പീപ്പിൾ ഫീൽ ഇൻക്ലൂഡഡ്, ലവ്ഡ്, സീൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു വേദനയ്ക്ക് കാരണമാവാതിരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മളെ ബ്ലെയിം ചെയ്യണ്ട. എൻ്റെ മെൻറ്റർ പറയും, നിങ്ങളൊരു 10 മിസ്റ്റേക്സ് ചെയ്തു, നിങ്ങൾ അതോർത്ത് കരയാതെ ഒരു 100 നന്മകൾ ചെയ്യാൻ. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പറ്റുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഹാപ്പി ആക്കാൻ നോക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നമ്മളിൽ വർക്ക് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. നല്ലൊരു മനുഷ്യനായിരിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് നമ്മളോട് തന്നെ ചില ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇടയ്ക്ക് നമ്മളുടെ അടുത്ത് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. നമ്മൾ നല്ലൊരു മനുഷ്യനാണോ, നമ്മളതിന് ആൻസർ ചെയ്യണം. എന്നിട്ട് തിരുത്താനുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ തിരുത്തണം. നമ്മൾ മിസ്റ്റേക്സ് നിന്ന് മാത്രമേ പഠിക്കുള്ളൂ. മിസ്റ്റേക്സ് വരുത്തുന്നത് ഒരിക്കലും ഒരു തെറ്റൊന്നുമല്ല. മിസ്റ്റേക്സ് നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബ്ലെയിം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് സ്വയം കുറ്റപ്പെടുത്താതെ, പ്രോബ്ലത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.